നമസ്കാരം. ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ LSTSുമായിട്ട് ബന്ധപ്പെട്ട് സർവേയുടെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 സർവേകളാണ് മെയിനായിട്ടും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഒരു 400ഓളം പേര് പങ്കെടുത്തിട്ടുള്ള ഒരു സർവേ, അതോടൊപ്പം ടാൻഡം PSC നടത്തിയിട്ടുള്ള ഏകദേശം ഒരു 100 ചില്ലാനം ആളുകൾ, 120ഓളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു സർവേ. ഈ 2 സർവേ ബേസ് ചെയ്തിട്ട് അത് രണ്ടും കൂടി മെർജ് ചെയ്തുകൊണ്ട് അതിൽ കോമൺ ആയിട്ട് വരുന്ന ആളുകളെ ഒഴിവാക്കി, അതോടൊപ്പം ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കി, പിന്നെ ചില ആളുകൾക്ക് വെറുതെ ABC എന്നൊക്കെ പറഞ്ഞിട്ട് സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു സർവേ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നത് കട്ട് ഓഫ് ഇനിയും താഴും, നമ്മൾ പ്രതീക്ഷയിലും താഴാനുള്ളൊരു സാധ്യതയിലേക്കാണ് ഈ ഒരു മെർജ് ചെയ്ത സമയത്ത് ഒരു സൂചനകൾ നൽകുന്നത്. നമുക്കറിയാം, ഇനിയും ഒരുപാട് പേര് സർവേയിൽ പങ്കെടുക്കാത്തതുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 2 സർവേയിലും പങ്കെടുത്തതിൽ ഏറെക്കുറെ ടാൻഡം PSCയുടെ സർവേയിൽ പങ്കെടുത്ത 120 പേരിൽ ഏകദേശം ഒരു 80-ലധികം പേരും എന്താ പറയുക 400 പേരുടെ സർവേയിലും പങ്കെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യം പ്രതീക്ഷയുള്ള ആളുകൾ മിക്കവാറും എല്ലാ സർവേയിലും പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുകൊണ്ട് ഇനി പങ്കെടുക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് റേഞ്ചിൽ വരുന്നവരുടെ കൂട്ടത്തിൽ വളരെ കുറവായിരിക്കും. ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത ആളുകൾ പങ്കെടുക്കാത്തവരുണ്ടാകും. നല്ല പ്രതീക്ഷയുള്ള കുറച്ച് ആളുകളൊക്കെ ഒരു 10-20 പേരൊക്കെ അങ്ങനെ ഏതായാലും കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടും പങ്കെടുക്കാത്തവരുണ്ടാകും. എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 പേര് 60 പേരൊക്കെ ഈ മാർക്ക് റേഞ്ചിലുള്ളവർ സർവേയിൽ പങ്കെടുക്കാത്തത് ഉണ്ടാവാൻ സാധ്യതയുള്ള 100-ൽ താഴെ ഒരു 50-60 പ്രതീക്ഷിച്ചാൽ മതി. അത്രയൊക്കെ ഇനി ഒരു കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു എന്താ പറയുക മാർക്ക് റേഞ്ചിൽ സർവേയിൽ പങ്കെടുക്കാത്തവരുണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ ഒരു സർവേയിലും പങ്കെടുക്കാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ PSC പ്രൊഫൈലിലുള്ള LSCSന്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു മെയിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു ഭാഗമോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സർവേയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും സർവേയിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കുക. പ്രത്യേകിച്ച് ഒരു 80 മാർക്കിൻ്റെ മുകളിലുള്ള എല്ലാവരും സർവേയിൽ പങ്കെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മെർജ് ചെയ്ത് കിട്ടിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മാർക്ക് റേഞ്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏറെക്കുറെ 2 സർവേയിലും പങ്കെടുത്തവർ ഒരേ ആളുകൾ തന്നെയാണ്, കുറച്ച് ആളുകളെ മാറ്റമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ 110 മാർക്കിന് മുകളിൽ ലഭിച്ചിട്ടുള്ളത് മൊത്തം 34 പേരാണ്. ഞാൻ പറഞ്ഞത് 2 സർവേയും കൂടി കൂട്ടിയിട്ട് അതിൽ ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് ഒഴിവാക്കിയതിന് ശേഷമുള്ളൊരു കണക്കാണ് പറഞ്ഞത്. 110 മാർക്കിന് മുകളിൽ വന്നത് 34 പേർക്കാണ്. 100 മാർക്ക് മുതൽ 110 മാർക്ക് വരെയുള്ളത് 94 പേർക്കാണ്. അങ്ങനെ മൊത്തം 100-ന് മുകളിൽ 128 പേരാണ് സർവേയിലുള്ളത്. പിന്നെ 95 മാർക്കിൽ കൂടുതലുള്ള 95-നും 100-നും ഇടയിലുള്ളവർ 66 പേരുണ്ട്. അങ്ങനെ മൊത്തം 95-ന് മേലെ 194 പേരുണ്ട്. പിന്നെ 90+ വരുന്നത്, അതായത് 90-95 വരുന്നത് 63 പേരാണ്. അവിടെയാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് വരുന്നത്. കാരണം 95 മുതൽ 100 വരെ 5 മാർക്ക് റേഞ്ചിൽ 66 പേരുണ്ട്. അപ്പോൾ 90-95 റേഞ്ചിൽ 63 കുറയുന്നുണ്ട്. ഒരു പക്ഷേ കിട്ടൂല എന്നുള്ള പ്രതീക്ഷയിൽ 90-95 ഇടയിലുള്ള ആളുകൾ ഇനിയും സർവേയിൽ പങ്കെടുക്കാത്തവരുണ്ടായിട്ടാണോ എന്നറിയില്ല. സത്യത്തിൽ ശരിക്കും ഒരു സർവേയുടെ നമ്മൾ ഇതുവരെ കണ്ട സർവേയുടെ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ 95 മുതൽ 100 വരെ 66 പേരുണ്ടാകുമ്പോൾ 90-95 അതിലും കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. എന്തോന്നറിയില്ല. ഏതായിരുന്നാലും 63 പേരാണ് 90-നും 95-നും ഇടയിൽ റേഞ്ചുള്ളവരുള്ളത്. അങ്ങനെ മൊത്തം നമുക്ക് 90-ന് മുകളിൽ മാർക്കുള്ളവർ കാണുന്നത് 257 പേരാണ്. 257 പേരാണ് 90-ന് മുകളിലുള്ളവരായിട്ട് കാണുന്നത്. ഇനി 85-90 ആണെങ്കിൽ ഒരു 62 പേരെ കാണുന്നുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കുറേ ആളുകൾ സർവേയിൽ ഈ ഭാഗത്തുള്ളവരൊന്നും ഈ ഒരു 85-നും 90-നും ഇടയിലുള്ളവർക്കൊന്നും വലിയൊരു പ്രതീക്ഷ ഇല്ലാത്തൊരു സമയമായിരുന്നു തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെ അവർ കുറേ ആളുകൾ ഇനിയും സർവേയിൽ പങ്കെടുക്കാത്തവരുണ്ടാകും. ആ ഭാഗത്ത് ഇപ്പോൾ ഒരു 62 പേരാണ് സർവേയിൽ പങ്കെടുത്തവരുള്ളത്. ഒരു പക്ഷേ അതിലും കൂടുതൽ ആ ഒരു റേഞ്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൊത്തം ഇപ്പോൾ സർവേ പ്രകാരം 80 മാർക്കിന് മുകളിൽ ലഭിച്ച ആളുകൾ 373 പേരാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തുടക്കത്തിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കട്ട് ഓഫ് 90 അറൗണ്ട് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ 90-ന് മുകളിൽ ഇപ്പോൾ ഈ സർവേയിൽ നമ്മൾ കാണുന്നത് ഒരു 257 പേരാണ്.
അതിലിനി മാക്സിമം പോയാൽ ഒരു 300-350 വരെയൊക്കെ എല്ലാവരും കൂടി സർവേയിൽ പങ്കെടുക്കുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ ഈ സർവേ പങ്കെടുത്തവരിൽ തന്നെ ഒരു പക്ഷേ തെറ്റായിട്ട് മാർക്ക് കൊടുത്തവരോ അല്ലെങ്കിൽ ഗസ് ചെയ്തിട്ട് മാർക്ക് കൊടുത്തവരോ ഒക്കെ ഉണ്ടാകാം. എങ്ങനെയായിരുന്നാലും ഒരു 300-ന് മുകളിൽ 350 ആളുടെയൊക്കെ ലിസ്റ്റ് വരികയാണെങ്കിൽ മിക്കവാറും ഒരു കട്ട് ഓഫ് ഒരു 90 റേഞ്ചിൽ വരും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലും കൂടുതൽ 400-ന് മുകളിലുള്ള മാർക്കാണ്, പിന്നെ 400-ന് മുകളിലുള്ള ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ, 400 പേരിൽ അധികമുള്ള ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ കട്ട് ഓഫ് 90-ന് താഴെ ഏകദേശം 85-നും 90-നും ഇടക്കായിട്ട് വരാനുള്ള സാധ്യതയും ഈ ഒരു സർവേ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഓവർ പ്രതീക്ഷ ആർക്കും വേണ്ട. ഞാൻ ഈ കട്ട് ഓഫ് കുറച്ച് പറയുമ്പോൾ ആരും ഓവർ പ്രതീക്ഷ വെച്ചിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കരുത്. നമുക്കറിയാം ഒരു LSCSന്റെ സംബന്ധിച്ചിടത്തോളം ഇത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾ തയ്യാറെടുക്കണം. പ്രത്യേകിച്ച് ഒരു 80 മാർക്കിന് മുകളിൽ അല്ലെങ്കിൽ ഒരു 75 മാർക്കിന് മുകളിലൊക്കെ LSTS പരീക്ഷയ്ക്ക് വാങ്ങാൻ കഴിഞ്ഞ ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു രീതിയിൽ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നല്ലൊരു റാങ്കിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം അത്രയും റേഞ്ചുള്ള ഒരു എക്സാം ആയിരുന്നു ഈ പറയുന്ന LSTSന്റെ എക്സാം എന്ന് പറഞ്ഞാൽ. അതിലൊരു 75 ആൻഡ് എബോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിന് താഴെ സ്കോർ ചെയ്തവർക്ക് പറ്റൂല എന്നല്ല പറഞ്ഞത്, 75-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്ത ആളുകൾക്ക് ചെറിയ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റിൽ കയറാൻ വേണ്ടി പറ്റും. ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയവരാണെങ്കിൽ, 100-ന് മുകളിൽ മാർക്ക് LSTSന് കിട്ടിയവരാണെങ്കിൽ പോലും നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിർബന്ധമായിട്ടും തയ്യാറെടുക്കണം. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ ജോലി കയ്യിൽ കിട്ടുന്നത് വരെ ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഏത് രീതിയിലും കേസുകളും മറ്റൊക്കെ ആയിട്ടൊക്കെ ലിസ്റ്റ് ഡിലേ ആവലോ ഒക്കെ ഉണ്ടാവാം. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ നിൽക്കുക. മാത്രമല്ല ഈ സെക്രട്ടറിയുടെ നിയമനം ഒരു ബൾക്ക് നിയമനം തുടക്കത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ നിയമനത്തിന് കുറെ സമയമെടുക്കും. ഒരു പക്ഷേ അടുത്ത മെയിലൊക്കെ ആയിരിക്കും പിന്നെ ഒഴിവ് വരിക. അപ്പൊ ചിലപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് നിയമനം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ദിവസം നേരത്തെ സർവീസിൽ വരാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ പെൻഷൻ അടക്കമുള്ള നമ്മുടെ ആനുകൂല്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ അത് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു LSC സെക്രട്ടറിയേക്കാൾ കുറച്ചുകൂടിയൊക്കെ വർക്ക് പ്രഷർ കുറഞ്ഞിട്ടുള്ള എന്നാൽ പ്രൊമോഷൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാലും വലിയൊരു മോശമുള്ള ജോലിയൊന്നുമല്ല. ഒരു പക്ഷേ സെക്രട്ടറിയേക്കാളും നമുക്ക് ജോലി ചെയ്യാൻ, നമുക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടിയൊക്കെ ഒരു ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കൂടെ തയ്യാറെടുക്കണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ നമുക്കിതിൽ കാറ്റഗറി തിരിച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ, എനിക്ക് ടാൻഡം PSCയുടെ സർവേയിൽ പങ്കെടുത്ത 120 പേരുടെ ഡാറ്റ മാത്രമേ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വെച്ചിട്ടുള്ള ഒരു കണക്ക് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം പിന്നെ മറ്റുള്ളവരുടേത് ഏതൊക്കെയാണ് കാറ്റഗറി എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ മിക്ക കാറ്റഗറികൾക്കും പിന്നെ ഒരു റിസർവേഷന്റെ ആനുകൂല്യം ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഒട്ടുമിക്ക കമ്മ്യൂണിറ്റികളിലുള്ള ആളുകൾ ഈ ഒരു മാർക്ക് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. റൊട്ടേഷൻ പ്രകാരം ആ കാറ്റഗറിക്ക് കിട്ടുന്ന അത്രയും പിന്നെ പോസ്റ്റുകളുടെ അത്രയും റിസർവേഷന്റെ എണ്ണത്തിൽ കൂടുതൽ ഓരോ പിന്നെ മാർക്ക് റേഞ്ചിലും കാണുന്നുണ്ട്. SCയിലാണ് കുറച്ചൊരു കുറവ് പിന്നെയും കാണുന്നത്. ഞാൻ ഈ 120 പേരുടെ ഡാറ്റയാണ് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ അതിനൊരു 4 ഇരട്ടി വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ 100-ൽ കൂടുതലുള്ളത് എൻ്റെ 120 പേരുടെ സർവേയിൽ 9 പേര് 100-ൽ കൂടുതലുണ്ട്, മുസ്ലിം വിഭാഗത്തിൽ മാത്രം. ഇത് ഞാൻ മറ്റേ 400 പേര് പങ്കെടുത്ത സർവേയുടെ അതിൽ ജസ്റ്റ് പേര് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 20-ലധികം പേര് മുസ്ലിംസ് ആയിട്ട് ആ ലിസ്റ്റിൽ കാണുന്നുണ്ട്. പേര് വെച്ച് നോക്കിയതാണ്, എത്രത്തോളം കൃത്യമാകുമെന്നറിയില്ല. എന്നിരുന്നാലും ഒരു പിന്നെ 21ഓളം പേര് കാണുന്നുണ്ട് ഈ 9 ഉള്ളിടത്ത്. അപ്പോൾ അത്രയും ആ ഒരു വ്യത്യാസം എല്ലാ കാറ്റഗറിയിലും വരും. മറ്റുള്ളതൊന്നും എനിക്ക് പേര് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് കണക്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പിന്നെ മുസ്ലിം കാറ്റഗറി തന്നെ 100-ന് മുകളിൽ 20-ലധികം ആളുകൾ ഈ 400 പേരുടെ സർവേയിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു മുസ്ലിം കാറ്റഗറിയിൽ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് ഈ ഒരു ലിസ്റ്റ് പോകൂല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ SC ആകുമ്പോൾ നമുക്ക് എൻ്റെ ഒരു 120 പേരുടെ സർവേയിലാകെ 100-ന് മുകളിൽ 2 പേരെ കാണുന്നുള്ളൂ. പക്ഷെ അത്രയാവൂല, ഒരുപാട് അതിൻ്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും SC ഒരു പക്ഷേ സപ്ലിമെന്ററി ലിസ്റ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ച് മാർക്ക് റേഞ്ചൊക്കെ താഴേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. STയുടെ കേസിൽ എൻ്റെ സർവേയിൽ പങ്കെടുത്തവരിൽ 70 ആൻഡ് എബോ ആർക്കും കാണുന്നില്ല.
STക്ക് പെർസെൻറ്റേജ് കുറവാണ്. എന്നിരുന്നാലും 70യുടെ മുകളിൽ ആരും കാണുന്നില്ല. ഇനിയിപ്പോൾ മറ്റേ സർവേ എത്ര പേരുണ്ട് എന്നറിയില്ല. ആ സർവേയുടെ ഡീറ്റെയിൽസ് കൂടി അവരൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കമ്പൈൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഉപകരിക്കുന്ന രീതിയിൽ നമുക്കത് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ST വിഭാഗത്തിൽ 2 പേര് 60ന് മുകളിൽ മാർക്കുള്ളവരുണ്ട് എൻ്റെ സർവേ പ്രകാരം. പിന്നെ OBC വിഭാഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 പേരാണ് 100ന് മുകളിൽ എൻ്റെ സർവേ പ്രകാരം മാത്രമുള്ളത്. 95ന്റെ മേലെ 7 പേരുണ്ട്. 7 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 7 ആണ് കേട്ടോ. 95ന്റെ മേലെ മാത്രമല്ല, 95 മുതൽ അങ്ങോട്ട് മുകളിലേക്ക് ഈ പറയുന്ന 100ന് മുകളിലുള്ള 4 അടക്കമാണ് ആ 95ന് കൂടുതലുള്ളവർ 7 പേരെന്ന് പറഞ്ഞത്. 90ൽ കൂടുതലുള്ളവർ 8 പേരാണ് ഈ സർവേ പ്രകാരം OBC വിഭാഗത്തിലുള്ളത്. അതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതും ഒരു ഏകദേശം ഈ ഒരു മറ്റേ സർവേയിൽ പങ്കെടുത്ത ആളുകൾ കൂടി കൂടുമ്പോൾ ഒരു റിസർവേഷന് വേണ്ട ആളുകൾ ഈ ഒരു മാർക്ക് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ OBC വിഭാഗവും അടിയിലേക്ക് വല്ലാതെ പോവാൻ സാധ്യതയില്ല. പിന്നെ എക്കണോമിക്കലി വീക്കർ സെഷൻസിന് 3 പേരാണ് 100ൽ കൂടുതൽ എൻ്റെ സർവേയിൽ PSCയുടെ സർവേയിലുള്ളത്. പിന്നെ അത് കുറച്ച് ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ 10% അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പക്ഷെ നമുക്കറിയാം ഇതിൽ പങ്കെടുക്കാത്തവർ ഒരുപാട് പേര് മറ്റേ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ കൂടി കൂടുമ്പോൾ ഒരു പക്ഷേ ആ ഒരു 10%ലേക്ക് തന്നെ ഇത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ 95 പ്ലസ് ആണെങ്കിൽ 5 പേരുണ്ട്. ഈ 3 അടക്കം 5 പേര് കാണുന്നുണ്ട്. 90ന്റെ മേലെ നോക്കുകയാണെങ്കിൽ 6 പേര് മൊത്തം ഉണ്ട് EWSന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഈഴവ വിഭാഗമാണെങ്കിൽ ഈഴവ വിഭാഗത്തിലും പിന്നെ പറഞ്ഞതുപോലെ 3 പേരാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ സർവേയിൽ PSCയുടെ സർവേയിൽ 100ന് മുകളിലുള്ളവരുള്ളത്. 95ന് മുകളിലാണെങ്കിൽ 7 പേരുണ്ട്. 90ന് മുകളിൽ 10 പേര് കാണുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു 3 ഇരട്ടിയൊക്കെ മൊത്തം മറ്റേ സർവേ കൂടി കൂട്ടുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കണക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു പിന്നെ എന്താ പറയുക റിസർവേഷൻ പെർസെൻറ്റേജ് ഈ ഒരു മാർക്ക് റേഞ്ചിൽ തന്നെ ഈഴവ വിഭാഗത്തിനും വരുന്നുണ്ട്. ഒരു ധീവരയാണെങ്കിൽ 90+ ഒരാൾ മാത്രമാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത്. വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് 95+ ഉള്ള ഒരാൾ പങ്കെടുത്തിട്ടുണ്ട്. 90+ ഉള്ള വേറെ 2 പേരടക്കം മൊത്തം 3 പേര് 90ൽ കൂടുതൽ മാർക്കുള്ളവരുണ്ട് വിശ്വകർമ്മ വിഭാഗത്തിൽ. പിന്നെ നാടാർ വിഭാഗത്തിൽ 70ൽ കൂടുതലുള്ള ഒരാൾ മാത്രമേ നമ്മുടെ സർവേ പ്രകാരം കാണുന്നുള്ളൂ. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ 100+ ഒരാളുണ്ട്. 95ൽ കൂടുതലുള്ളത് മൊത്തം 3 പേരുണ്ട്. പിന്നെ 85+ നോക്കുകയാണെങ്കിൽ മൊത്തം 4 പേരാണുള്ളത്. 80ൽ കൂടുതൽ മൊത്തം 7 പേരുണ്ട്. അതായത് 100ൽ കൂടുതലുള്ളതടക്കം 80ൽ കൂടുതലുള്ളവർ മൊത്തം 7 പേരാണ് ഉള്ളത്. 80 മുതൽ 110 വരെയുള്ള റേഞ്ച്, 120 വരെയുള്ള റേഞ്ചൊക്കെ നോക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് മൊത്തം 7 പേരാണ് ഈ പറയുന്ന ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നും എൻ്റെ സർവേ പ്രകാരം ഉള്ളത്. പിന്നെ SIUC ഒരാൾ 100ന് മുകളിലുള്ളതുണ്ട്. അതിൻ്റെ താഴേക്ക് ആരെയും കാണുന്നില്ല. പിന്നെ നമ്മളെ ഈ പിന്നെ PH വിഭാഗത്തിൽ നിന്ന് 2 പേരാണ് നമുക്ക് 70ൽ മുകളിൽ ലഭിച്ചിട്ടുള്ളത്. ആ രീതിയിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ മിക്ക കാറ്റഗറിക്കും ഒരു പക്ഷേ സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് അധികം പോകാനുള്ള സാധ്യത കാണുന്നില്ല. SC വിഭാഗത്തിൽ ഒരു പക്ഷേ സപ്ലിമെന്ററിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാക്കിയുള്ള കാറ്റഗറിയിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സൂചന വെച്ച് നോക്കുമ്പോൾ SC കാറ്റഗറിക്ക് കുറച്ചുകൂടി കട്ട് ഓഫ് താഴേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ബാക്കി അതേപോലെ ST വിഭാഗത്തിനും കട്ട് ഓഫ് താഴേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാക്കി സംവരണ സമുദായങ്ങൾക്കൊക്കെ ഏറെക്കുറെ ഒരു പെർസെൻറ്റേജ് എത്തുന്ന രീതിയിലുള്ള ആളുകൾ ആ മാർക്ക് റേഞ്ചിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ ജോലി കിട്ടിയെന്ന് ഉറപ്പിച്ചിട്ട് ആരും പഠനം നിർത്തി വെക്കരുത്. നിങ്ങളൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്ത ആളുകളാണ്. ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളൊക്കെ നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ആദ്യ 100 റാങ്കിൽ തന്നെ കയറാൻ പറ്റുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. അപ്പോൾ ഈ എക്സാം ഈ ലിസ്റ്റിൽ വന്ന ആളുകളിൽ തന്നെ പകുതി ആളുകളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതാത്ത ആളുകളാണ്. കാരണം സമാനമായി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടക്കമുള്ള തസ്തികയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ഈ ലിസ്റ്റിൽ വന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ ഈ ലിസ്റ്റ് വന്നതിൽ ഒരു പകുതി ആളുകളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവരോടാണ് നമുക്ക് മത്സരിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഒഴിവുള്ള ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് റേഞ്ചിൽ നല്ല ഒരു റാങ്കിൽ തന്നെ 100-നുള്ളിലുള്ള റാങ്കിൽ തന്നെ നിങ്ങൾക്കൊക്കെ എത്താനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ല ഒരു ജോലി, നല്ലൊരു ഗ്ലാമർ സർക്കാർ ജോലി തന്നെ ഒരു 1-2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ വന്നെത്താനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മടിയന്മാരായി പഠനം നിർത്തരുത്. ഈ ഒരു എക്സാമിന് കൂടി നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പിന്നെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല. ആ രീതിയിൽ നിങ്ങളെല്ലാവരും തയ്യാറെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.